ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴനി വരെ പോവാണ്. ഏട്ടൻ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ. കുറച്ച് ലോങ് പോവല്ലേ. അത്തിക്കുട്ടൻ പിന്നെ സെറ്റായിട്ടിരിക്കുകയാണ്, അവൻ ഭയങ്കര ഹാപ്പി മോഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്തു. ഒരു 2:45 കഴിഞ്ഞു നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആഫ്റ്റർനൂണ്. ഏട്ടൻ്റെ ഹാഫ് ഡേ ലീവാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ടാണ് ആഫ്റ്റർനൂൺ നമ്മൾ ഇറങ്ങിയത്. കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നമ്മൾ ലേറ്റായിപ്പോയി. നമ്മൾ കുറേ ആയിട്ടോ പഴനിക്ക് പോയിട്ട് 1 ഇയറൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ടൈം പോയത് അദ്വൈൻ്റെ തല മൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്. അവനിപ്പോൾ 2 ഇയേഴ്സായി. 1 ഇയർ കഴിഞ്ഞപ്പോൾ നമ്മൾ പോയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു നമ്മൾ പഴനിക്കൊന്ന് പോയിട്ട്. പിന്നെ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ പഴനിയിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടത്. അതെന്താ ഡേ എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി ടച്ച് ചെയ്യാണ്ട് വേറൊരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്, അതിലൂടെയാണ് പോയത്. പക്ഷെ അതിൻ്റെ ഫുൾ റോഡ് പണി തീർന്നിട്ടില്ല, കുറച്ച് പണിയും കൂടി ഉണ്ട്. അതുകൊണ്ട് കുറച്ച് റോഡ് മോശമാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന റോഡ് നല്ല അടിപൊളി റോഡാണ്, നല്ല വ്യൂവും കുറേ വിജനായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അധികൂട്ടം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അവൻ്റെ ആഫ്റ്റർനൂൺ സ്ലീപ്പിംഗ് ടൈമാണ്, അപ്പോൾ പിന്നെ അവൻ കിടന്ന് ഉറങ്ങി. ഈ വഴിയിലൂടെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ വിൻഡ് മില്ലുകൾ കാണാനുണ്ടായിരുന്നു. നമ്മൾ പൊള്ളാച്ചി റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു കുറച്ച് ഏരിയ ആണ് നമ്മൾ വിൻഡ് മില്ല് കാണാറ്, പിന്നെ അതിന് ശേഷം അധികം കാണാറില്ല. ഇത് കുറേ നേരം വിൻഡ് മില്ല് കാണാനുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല കുറേ ഏരിയ കാണാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോളൊക്കെ അടിച്ച് പിന്നെ അവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അധികൂട്ടൻ എണീറ്റു. എന്താണെന്നറിയില്ല, അവന് ഹാഫ് ആൻ അവർ മാത്രമാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് ഈ വിൻഡ് മില്ലൊക്കെ കണ്ടിട്ട് അവൻ ഫാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഭയങ്കര 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോൾ അവൻ അത്രയ്ക്ക് ഓർമ്മ അല്ലെങ്കിൽ അത് കണ്ടിട്ട് അവന് മനസ്സിലാവണ ടൈം ആയിട്ടില്ലല്ലോ. ഈ ടൈം എന്ന് പറഞ്ഞാൽ അവനെല്ലാതെ എക്സൈറ്റ്മെൻറ്റോടു കൂടി കാണുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ വിൻഡ് മില്ല് പാടെന്ന് പറയാം, അത്ര അധികം വിൻഡ് മില്ല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. മലയുടെ ഒരു അകലെ മല കാണുന്നു, അതിൻ്റെ താഴെ മൊത്തം ഇങ്ങനെ വിൻഡ് മില്ല് ഇങ്ങനെ നിൽക്കണു, ഒരു വലിയ പാടം പോലെ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ വഴി കൂടെ വരുമ്പോൾ കേട്ടോ. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾ 2 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇനി നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ദർശൻ ടൈം 8 മണി വരെയാണ് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ടെൻസ്ഡാണ് കേട്ടോ. ഇപ്പം എത്തും. അതിനുശേഷം നമ്മളിപ്പോൾ അദ്വൈ ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറലൊന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ റോപ്പ് കാറ് പോകണം എന്നാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ച് ടെൻഷനാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ആയിരുന്നത്. എത്താറായപ്പോഴേക്കും ടെൻഷനായി. പക്ഷേ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോയത്. അതിൻ്റെ കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മൾ എത്തിയത് കേട്ടോ. പിന്നെ അത് എണീറ്റ് അവന് സ്നാക്സൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവന് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കാറിലിരുന്ന് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ പിന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും കുറേ നേരം. അപ്പം സ്നാക്സൊക്കെ കഴിച്ച് അവൻ സെറ്റായിട്ടിരിക്കുക കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ ചെറുതായിട്ട് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ടൈം ഒരു 10 മിനിറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എത്താറായി, ഒരു 10 മിനിറ്റ്സൊക്കെ ഉള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഒന്ന് ചായ കുടിക്കാൻ കയറി, കാരണം ഇനി അവിടെ ചെന്നിട്ട് എപ്പോൾ ഇറങ്ങുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പഴനി എത്തുന്നതിനേക്കാൾ മുമ്പ് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അധികം ഫുഡ് കൊടുത്തു, കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ വാശിയാവും. അവനുള്ള പഴവും അങ്ങനെ സ്നാക്സും കുറച്ച് ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാതും നമുക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നേരത്തെ തന്നെ അവന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ
പോന്നു. ഇപ്പം നമ്മൾ പാർക്കിങ്ങിലാണ്. നമ്മൾ ഏത് പാർക്കിങ്ങിലാണെന്ന് വെച്ചാൽ റോപ്പ് കാറിൻ്റെ അവിടെയുള്ള പാർക്കിങ്ങിലാണ് കേട്ടോ പോയത്. മെയിൻ എൻട്രൻസ് വഴിയല്ല പോയത്. എന്നിട്ട് ഏട്ടൻ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ലേറ്റായിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫോൺ അലൗഡ് അല്ല. പക്ഷേ എങ്കിലും നമ്മൾ ഫോൺ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. റോപ്പ് കാറിന് കയറാനായിട്ട് കുറച്ച് നമ്മൾ ടൈം പോയി. കാരണം അവിടെ 1 hour നമ്മൾ നിൽക്കേണ്ടി വന്നു. എങ്കിലും പെട്ടെന്ന് പോകുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി കേട്ടോ. തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ചു. അപ്പോൾ അതി കഴിക്കാൻ വേണ്ടിയിട്ട് ബഹളം വെക്കുകയാണ്. കുറച്ച് നേരമായി. അവൻ മിഠായി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. അത് നല്ല മധുരമായതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ട്രെയിനിൽ ഇറങ്ങുന്ന ട്രെയിനിലൊക്കെ ആണെന്നുവെച്ചാൽ 1 hour ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അത്ര നേരം നിന്ന് കഴിഞ്ഞാൽ നാളെ ചേട്ടൻ ഓഫീസിൽ പോകേണ്ടതാണ്. ഇറങ്ങി വന്നപ്പോഴേക്കും കാലൊക്കെ നല്ല ഒരു വിറയൽ പോലെയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോഴും അവൻ പ്രസാദം കഴിക്കാനുള്ള തിരക്കിലാണ്. അധിക പ്രസാദം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവനിങ്ങനെ അതിന് വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഏട്ടനൊരു മഷ്റൂം ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഞാൻ ഗീ റോസ്റ്റാണ്. കാരണം അധിക്ക് ദോശയാണ് ഇഷ്ടം, ഫ്രൈഡ് റൈസ് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് റിട്ടേൺ പോകുന്നു. ഒരു 10:30 ഒക്കെ ആവാറായി നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ. ഇടയിൽ മഴ കിട്ടിയിട്ടോ. പിന്നെ മഴയൊക്കെ ആയിരുന്നു, അത്യാവശ്യം നല്ലോണം മഴയുണ്ടായിരുന്നു. എങ്കിലും നല്ല സേഫായിട്ട് എത്തി. പിന്നെ മുരുകനെ നല്ലോണം തൊഴാൻ പറ്റി. അതൊരു വലിയ സന്തോഷം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പിറന്നാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴനിക്ക് പോയത് കേട്ടോ. ആദ്യം തിരിച്ചു വരുമ്പോഴേക്കും ഉറക്കമായി. പക്ഷേ ഇവിടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അവൻ എണീറ്റു കേട്ടോ. ഒരു 11:45 ആയി നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. നാളെ ഏട്ടന് ഓഫീസിൽ പോകേണ്ടതാണ്. നമ്മൾ ഇറങ്ങിയത് കൊണ്ട് കാല് ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റിലെ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോഴും സ്റ്റെപ്പാണ് കയറുന്നത്. അപ്പോൾ നമ്മളെത്തി, ഫ്ലാറ്റിലെത്തി. കണ്ണ് തുറന്ന് കിടക്കണുണ്ട്. അവൻ ഉറങ്ങായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ എത്തിയപ്പോൾ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് വീഡിയോ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.